നമസ്കാരം. മറുനാടൻ മലയാളിയിലെ ഷാജൻ സക്രിയ പ്രേക്ഷകർക്കെല്ലാം പരിചിതമായൊരു മുഖമാണ്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് വേറിട്ട് ഓൺലൈനിലെ സാമൂഹ്യ മാധ്യമങ്ങൾ, അവയാണിപ്പോൾ നവമാധ്യമങ്ങൾ എന്ന് പറയേണ്ടി വരും. അതിലേറ്റവും പ്രചാരമുള്ളൊരു മാധ്യമമാണ് മറുനാടൻ മലയാളി. അതിൽ തന്നെ ഏറ്റവും പരിചിതമായ, മലയാളികൾക്ക് ഏറ്റവും പരിചിതമായ ഓൺലൈൻ മുഖമാണ് ഷാജൻ സക്രിയ. അപ്പോൾ ഈ ഷാജൻ സക്രിയയുടെ ഒരു കച്ചവട തന്ത്രമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് വലതുപക്ഷക്കാരെ കൂടെ കൂട്ടി ലൈക്കും ഷെയറും ഒക്കെ വാങ്ങി സ്വന്തം വീഡിയോകൾക്ക് വ്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മോദിയെ പുകഴ്ത്തും, അമിത്ഷായെ പുകഴ്ത്തും, ജിഹാദികൾക്കെതിരെ യോഗി എടുക്കുന്ന നടപടിയെ പുകഴ്ത്തും, സുവേന്ദു അധികാരി എടുക്കുന്ന നടപടിയെ പുകഴ്ത്തും. പക്ഷേ ഇടയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ പുറത്തു വരികയും ഒപ്പം ഹൈന്ദവ സമുദായത്തിനിടയിൽ പരമാവധി കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ്. അദ്ദേഹത്തിന് തന്നെ അത് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടയ്ക്കിടെ അതിങ്ങനെ പുറത്തു വരും. ഈ സ്വരാജ് പറയുന്നത് പോലെ ഇടയ്ക്കിടെ ഉള്ളിലുള്ള ഫ്രോഡ് ഇങ്ങനെ പുറത്തു വരും. ഈ ഇടയ്ക്ക് ഷാജൻ സക്രിയ ഫ്രോഡാണെന്നല്ല ഞാൻ പറയുന്നത്. സ്വരാജ് പറഞ്ഞൊരു ഡയലോഗ് ഞാൻ ഓർത്തു പോയെന്ന് മാത്രം. സ്വരാജ് പറഞ്ഞു, സ്വരാജല്ല, നമ്മുടെ പൂമരൻ സ്വരാജല്ല, സുരാജ് വെഞ്ഞാറമ്മൂട് പറഞ്ഞൊരു ഡയലോഗ് ഓർത്തു പോയെന്ന് മാത്രം. അപ്പോൾ ഈ ഏറ്റവും പുതിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, UDF മന്ത്രിസഭ അധികാരത്തിലേറി അതിലെ മന്ത്രിമാരുടെ സംബന്ധിച്ച്, വകുപ്പ് വിഭജനമല്ല, മന്ത്രിമാരുടെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഷാജൻ സക്രിയ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു 2 ദിവസങ്ങൾക്ക് മുമ്പ്. അതിലടിസ്ഥാനപരമായിട്ട് ജാതി തിരിച്ച് ദളിതന്മാർക്ക് മന്ത്രിയാകാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പെട്ടെന്ന് വായിക്കാം. മാത്യു കുഴൽനാടനും വിൻസെൻറ്റും ക്രിസ്ത്യാനികളായതിനാൽ മന്ത്രിയായില്ല. അൻവർ സാദത്തും ഷാനിമോൾ ഉസ്മാനും മുസ്ലിം ആയതുകൊണ്ട് മന്ത്രിയായില്ല. VT ബൽറാം സവർണ ഹിന്ദു ആയതുകൊണ്ട് മന്ത്രിയായില്ല. VP സജീന്ദ്രൻ ദളിതനായതുകൊണ്ട് മന്ത്രിയായില്ല. OJ ജനീഷ് ഈഴവനായതുകൊണ്ട് മാത്രം മന്ത്രിയായി. ഇവരുടെയൊക്കെ ജാതി/മതം മറ്റൊന്നായിരുന്നെങ്കിൽ സ്ഥിതി മറിച്ചാകുമായിരുന്നു. മതേതര പരിഷ്കൃത സമൂഹമെന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയാണ് എന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഷാജൻ സക്രിയ. അതിന് നമ്മുടെ മുൻ DGP ഡോക്ടർ TP സെൻകുമാർ സാർ ഒരു ഹ്രസ്വമായ മറുപടി നൽകിയിരുന്നു, വളരെ കുറുക്കിക്കൊള്ളുന്ന തരത്തിൽ. അതെ, 25% ഈഴവർക്കും മറ്റ് OBCകൾക്കും 3 മന്ത്രിയും ആകെ 32%, 18% ക്രിസ്ത്യൻസ് 6 മന്ത്രിയും, നല്ല ബാലൻസിങ്. ഇത് കൃത്യമായൊരു മറുപടിയായിരുന്നു. ഈ കണക്കുകൾ പറഞ്ഞപ്പോൾ ഷാജൻ സക്രിയയ്ക്ക് പ്രശ്നം മനസ്സിലായി. കാരണം ഉടായിപ്പ് പൊളിയുന്നു എന്നുള്ളത്. അതിന് അദ്ദേഹം വ്യക്തിപരമായി അപമാനിക്കലിലേക്കാണ് പോയത്. അത് TP സെൻകുമാർ സാറിനെ അല്ല, ഈഴവ സമുദായത്തെ തന്നെ. പ്രത്യേകിച്ച് അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ രത്നചുരുക്കം പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കുക. ഷാജൻ സക്രിയയുടെ ഉദ്ദേശം ഈഴവർക്ക് ഒരു അർഹിക്കാത്ത പ്രാമുഖ്യം, ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു പ്രാധാന്യം ഈ മന്ത്രിസഭയിലുണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഷാജൻ സക്രിയയുടെ മറുപടി, ഈഴവ സാമുദായികാചാര്യൻ LDFനും ഉപാചാര്യൻ BJPക്കുമാണ് പിന്തുണ നൽകിയത്. അതുകൊണ്ട് UDFന് അധികം ഈഴവരെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും സാർ? ആ സ്ഥിതി ആദ്യം മാറട്ടെ. അതുപോലെ ഭൂരിപക്ഷം ന്യൂനപക്ഷ വോട്ടും UDFനായിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഈഴവ ആചാര്യൻ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ശ്രീ വെള്ളാപ്പള്ളി നടേശനെയാണ്. ഉപാചാര്യൻ ഒരുപക്ഷെ തുഷാർ വെള്ളാപ്പള്ളി ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇത് അദ്ദേഹത്തിന് പറയേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈഴവ സമുദായത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരേ ഒരു ആചാര്യനേ ഉള്ളൂ. അത് TP സെൻകുമാർ സാർ അദ്ദേഹം ഈ ഷാജന് കൊടുത്ത മറുപടിയിൽ ഒരു നീണ്ട പോസ്റ്റായിട്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റായിട്ടാണ് മറുപടി കൊടുത്തത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈഴവ സമുദായത്തിന് ഒരേ ഒരു ആചാര്യനേ ഉള്ളൂ. അദ്ദേഹം ഈഴവ സമുദായത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ ആചാര്യനാകുവാൻ യോഗ്യനായ ഒരു വ്യക്തിയാണ്. ഹൈന്ദവ സമൂഹത്തിൻ്റെ തന്നെ ഒരു ആചാര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. പക്ഷേ കൃത്യമായ കണക്കുകളോടുകൂടി TP സെൻകുമാർ സാർ ഷാജൻ സക്രിയയ്ക്ക് ഒരു മറുപടി ഫേസ്ബുക്കിൽ നൽകിയിട്ടുണ്ട്. അത് വളരെ കുറുക്കിക്കൊള്ളുന്നൊരു മറുപടിയാണെന്ന് പറയേണ്ടി വരും. ആ പോസ്റ്റിൻ്റെ ഒരു രത്ന ചുരുക്കം, ഞാൻ ആ പോസ്റ്റ് മുഴുവൻ വായിക്കുന്നില്ല പ്രേക്ഷകർക്കായി, പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണക്കുകൾ, അദ്ദേഹം ഒരു കണക്കുകൾ അവതരിപ്പിച്ച് ഷാജൻ സക്രിയയോട് ചോദിക്കുന്നത്, കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? 32% വരുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് 3 മന്ത്രിമാരും 18% വരുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന് 6 മന്ത്രിമാരും, അതും പോരാഞ്ഞിട്ട് വീണ്ടും 2 പേർക്ക് അവർ ക്രിസ്ത്യാനി ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല എന്ന് ഷാജൻ സക്രിയ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കണക്ക് പറഞ്ഞത്. അതിലെന്താണ് തെറ്റുള്ളത്? അവർക്ക് 18 സ്ഥാനാർത്ഥികളെയാണ് മത്സരിക്കാൻ കൊടുത്തത്. അതിൽ 9 പേരാണ് ജയിച്ചത്. മത്സരിക്കാൻ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? മത്സരിക്കാൻ കൊടുത്താലല്ലേ അവർക്ക് വിജയിക്കുവാൻ സാധിക്കൂ. ഷാജൻ സക്രിയ പറയുന്നത് പോലെ 18% വോട്ട് ചെയ്തതുകൊണ്ടാണോ കേരളത്തിൽ അവർക്ക് ഇത്രയും അധികം വോട്ട് കിട്ടിയത്? അങ്ങനെയെങ്കിൽ ആ 18% വോട്ടല്ലല്ലോ അവർക്ക് കേരളത്തിലുള്ളത്.
അവർക്ക് 10 മുതൽ 35% വരെ വോട്ട് കാണണമല്ലോ, തമിഴ്നാട്ടിലെ പോലെ. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം ക്രിപ്റ്റോ ക്രിസ്ത്യൻ വോട്ട് ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. അതായത് ഹൈന്ദവ സമുദായത്തിൽ മതപരിവർത്തനം ചെയ്തതിന് ശേഷം ആനുകൂല്യങ്ങൾ പറ്റുവാൻ വേണ്ടി മാത്രം ഹിന്ദുക്കളായി തുടരുന്ന, കടലാസിൽ മാത്രം ഹിന്ദുക്കളായി തുടരുന്നവരുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. അതുണ്ടോ? അതുകൊണ്ട് സത്യം പറയുമ്പോൾ ഷാജൻ സക്രിയ ആയാലും പൊള്ളും. ഒരാളെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കരുതെന്നും ടി പി സെൻകുമാർ സാർ പറയുന്നുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ ഒരാളെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കാൻ ശ്രമിക്കരുത്. തന്നെയുമല്ല, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാമുദായിക ആചാര്യനെന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഉപാചാര്യനെന്ന് തുഷാർ വെള്ളാപ്പള്ളിയും ഉദ്ദേശിച്ചതിനെ ഒരു ഉപമിച്ച് പരിഹസിച്ചതിനെയും ടി പി സെൻകുമാർ സാർ പരാമർശിക്കുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ശ്രീനാരായണ ഗുരു എന്ന ലോകത്തിന് തന്നെ ആചാര്യനാവാൻ യോഗ്യനായ വ്യക്തിയെക്കുറിച്ച്. ഈഴവ സമുദായത്തിൻ്റെ ഒരു ആചാര്യൻ ഇപ്പോൾ തന്നെയുണ്ട്, അദ്ദേഹം ലോകത്തിൻ്റെ തന്നെ ആചാര്യനാണെന്നുള്ള മറുപടിയും ടി പി സെൻകുമാർ സാർ നൽകുന്നുണ്ട്. പിന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ളൊരു ഉപമ നടത്തിയ ഷാജൻ സക്രിയയോട്, നിങ്ങൾ ക്രിസ്ത്യാനികളുടെ സെൻറ്റ് ഫ്രാൻസിസ് ആണോ? തന്നെയുമല്ല, ഇതിൽ ഏറ്റവും പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനികൾ മന്ത്രിയായില്ല, വി ടി ബൽറാമിനെ പോലുള്ളവർ സവർണ ഹിന്ദു ആയതുകൊണ്ട് മന്ത്രിയായില്ല എന്നുള്ളത്. വി ടി ബൽറാമിൻ്റെ കാര്യം ഞാനൊന്ന് പരാമർശിക്കാം. അത് ടി പി സെൻകുമാർ സർ പരാമർശിച്ചിട്ടില്ല, എന്നാലും ഒന്ന് പ്രത്യേക പരാമർശത്തിന് അർഹനാണ് വി ടി ബൽറാം. വി ടി ബൽറാം സവർണ ഹിന്ദുവോ ഒന്നുമല്ല. വി ടി ബൽറാം അടിസ്ഥാനപരമായിട്ട് ഈന്തപ്പഴത്തിനും കശുവണ്ടിക്കും വേണ്ടിയിട്ട് ജിഹാദികളുടെ പിന്നാലെ നടക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ മാത്രമാണ്. താൻ ഹിന്ദു അല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമാണ് അദ്ദേഹം. ഒരു നിയമസഭാ സാമാജികനാണ്. ഹൈന്ദവ സമുദായത്തിൻ്റെ ദൗർഭാഗ്യം കൊണ്ട് ഹിന്ദുക്കളുടെ വോട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ എണ്ണുകയാണെങ്കിൽ ഇയാളുടെ വോട്ടും അതിനു വേണ്ടിയിട്ട് എണ്ണേണ്ടി വരും. ദേവസ്വം ബോർഡ് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിഷയത്തിനോ അതിന് പോലും ഞാൻ ഹിന്ദുവായിട്ടല്ല വോട്ട് ചെയ്തതെന്ന് സമ്മതിദാനാവകാശം അകത്ത് രേഖപ്പെടുത്തിയതിന് ശേഷം പുറത്ത് വന്ന് ഇയാൾ പറയും. അത് വി ടി ബൽറാമിൻ്റെ കാര്യം. മാത്യു കുഴൽനാടൻ്റെ കാര്യം ടി പി സെൻകുമാർ സാർ വളരെ കൃത്യതയോടെ പറയുന്നുണ്ട്. മാത്യു കുഴൽനാടൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല മന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കാതെ പോയത്. അദ്ദേഹം കൃത്യമായി മുസ്ലിം ലീഗിനെതിരെ സംസാരിച്ചതുകൊണ്ട് മാത്രമാണ്. അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യം പ്രേക്ഷകർ ഓർക്കുക, ഈ ഷാജൻ സക്രിയ ഇപ്പോൾ ഈ ഈഴവന്മാരുടെ കണക്കെടുത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോസ്റ്റ് കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്നത് ഈഴവ സമുദായത്തെയാണ്. ഹൈന്ദവരുടെ ഇടയിൽ ഈഴവ സമുദായത്തെയാണ് ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുക. നായന്മാരുടെ ഇടയിൽ സവർണ ഹിന്ദുക്കൾ അവർണ ഹിന്ദുക്കൾ എന്നുള്ളൊരു ഭേദം, ഒരു ഗ്യാപ്പ് അവരുടെ ഇടയിൽ സൃഷ്ടിച്ച് തമ്മിലടിപ്പിക്കുക. അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞ് തന്നെയാണ് സെൻകുമാർ സാർ വളരെ കുറുക്കിക്കൊള്ളുന്ന തരത്തിൽ പ്രതികരിച്ചത്. ആ പ്രതികരണത്തിൻ്റെ ഒരു ഫലമായി, അല്ലെങ്കിൽ ആ പ്രതികരണം കൃത്യമായ കണക്കുകളോടുകൂടി ആയതുകൊണ്ട് മാത്രം ഷാജൻ സക്രിയയ്ക്ക് പൊള്ളുകയും അദ്ദേഹം ഈ സാമുദായിക ആചാര്യൻ എന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ശ്രീനാരായണ ഗുരുദേവനോടൊപ്പം ഉപമിച്ച് അപമാനിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് പ്രേക്ഷകർ കൃത്യമായി മനസ്സിലാക്കുക. ഈ വ്യക്തി അടിസ്ഥാനപരമായി കച്ചവടത്തിനുമപ്പുറം കോൺഗ്രസ്സുകാർക്ക് വേണ്ടി വിടുപണി ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഹൈന്ദവ സമുദായത്തിനിടയിലൊരു ഭിന്നത സൃഷ്ടിച്ച് കോൺഗ്രസ്സുകാർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ നേട്ടം, അതും ആത്യന്തികമായി ജിഹാദികൾക്കാണ് നേട്ടമുണ്ടാകുന്നത്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കൈക്കൂലികളായി മാത്രം നിയമസഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുവാൻ വിധിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് കേരളത്തെ സംബന്ധിച്ച്. അടിസ്ഥാനപരമായി ടി പി സെൻകുമാർ സാറിൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം ഒരു ഷാജൻ സക്രിയയ്ക്ക് നേരെ മാത്രമല്ല, ഇത്തരത്തിലുള്ള എല്ലാ കുത്തിത്തിരിപ്പുകാർക്കും നേരെയാണ്. ടി പി സെൻകുമാർ സാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ലിങ്ക് സാധിക്കുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ആദ്യത്തെ കമൻറ്റായോ നൽകുവാൻ ശ്രമിക്കാം. പ്രേക്ഷകരതൊന്ന് വായിക്കുക. കൃത്യമായി വായിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒപ്പം ഷാജൻ സക്രിയെ പിന്തുണയ്ക്കുന്ന പല വലതുപക്ഷ അനുഭാവികളുമുണ്ട്, പ്രത്യേകിച്ച് സംഘപരിവാറുകാർ. അവർ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം മനസ്സിലാക്കുക. ഹൈന്ദവ സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു കോൺഗ്രസ് അനുഭാവിയാണ്, കോൺഗ്രസ്സുകാരുടെ ഒരു വിടുപണിക്കാരൻ മാത്രമാണ് ഷാജൻ സക്രിയ. നിങ്ങളെ വിറ്റ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വളർന്ന സാമ്രാജ്യത്തിലൂടെ കോൺഗ്രസ്സിന് പ്രയോജനം ഏതൊക്കെ തരത്തിലുണ്ടാക്കുവാൻ സാധിക്കുമോ അത്തരത്തിലുണ്ടാക്കി നൽകുവാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുക. അത്രമാത്രമേ ഈ വിഷയത്തിൽ പറയുവാനുള്ളൂ. കൂടുതൽ ചർച്ചകളാകാം ഈ വിഷയത്തിൽ. അത് പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ചിരിക്കും. ആ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക, ഞങ്ങളെ അറിയിക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.